നമസ്കാരം, ഗുരുകുല ഭാരതത്തിന്റെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പങ്കുവെക്കുവാൻ പോകുന്നത് സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ നടന്ന കറണ്ട് അഫയേഴ്സിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട അറിവുകളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ പുതിയ ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായ വ്യക്തി രാജീവ് കുമാർ ആണ്. ഇന്ത്യയിലെ പുതിയ ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായ വ്യക്തി. ഭരണഘടനയുടെ ഭാഗമായി 1950 ജനുവരി 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. ആദ്യം ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1990 ജനുവരി 1-ന് ഭരണഘടനയുടെ ഭാഗമായി സ്വീകരിച്ച ഇലക്ഷൻ കമ്മീഷണർ അമെൻമെന്റ് ആക്ട് 1989 അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷനെ ഒരു മൾട്ടി മെമ്പർ ബോഡിയാക്കി മാറ്റി. അതനുസരിച്ച് ഇലക്ഷൻ കമ്മീഷനിലെ അംഗസംഖ്യ 3-ആയി ഉയർത്തി. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, 2 ഇലക്ഷൻ കമ്മീഷണർമാരുമുണ്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ. പുതുതായി നിയമിതനായ ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ. മറ്റൊരു ഇലക്ഷൻ കമ്മീഷണറാണ് സുശീൽ ചന്ദ്ര. അടുത്ത ചോദ്യം നോക്കാം. Which country has signed an agreement with the Indian government to provide an official development assistance loan of an amount of 3,500 crore? ഒരു ഒഫീഷ്യൽ ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് ലോണായി 3500 കോടി രൂപ ഇന്ത്യക്ക് നൽകുന്നതിനായി ഇന്ത്യയുമായി കരാറിൽ ഒപ്പിട്ട രാജ്യം ഏതാണ്? ജപ്പാൻ. ഈ തുക ഒരുപാട് സഹായകമാകുന്നത് COVID-19 എതിരായ ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളിലും ഇന്ത്യയുടെ ആരോഗ്യരംഗത്തെ സുസ്ഥിരമായ വികസന പ്രവർത്തനങ്ങളിലുമായിരിക്കും. ജപ്പാന്റെ ചരിത്രത്തിൽ തന്നെ ജാപ്പനീസ് പ്രധാനമന്ത്രിയായി വളരെയധികം നാൾ ആ സ്ഥാനം വഹിച്ച വ്യക്തിയായിരുന്നു ഷിൻസോ ആബെ. അദ്ദേഹം രാജിവെച്ചതിനു ശേഷം പുതുതായി ജാപ്പനീസ് പ്രധാനമന്ത്രിയെ സ്ഥാനമേറ്റ വ്യക്തിയാണ് യോഷിഹിഡെ സുഗ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ യൂസ്ഡ് ടു റിലീസ് ദ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് റിലീസ് ചെയ്തിരുന്ന അന്താരാഷ്ട്ര സംഘടന ഏത്? ഉത്തരം വേൾഡ് ബാങ്ക്. 1944-ലെ ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസിലാണ് വേൾഡ് ബാങ്ക് രൂപീകൃതമാകുന്നത്. വേൾഡ് ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡേവിഡ് മാൽപാസ്. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിലാണ് വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹു വൺ ദ ബെൽജിയം ഗ്രാൻഡ് പ്രിക്സ്? ഫോർമുല 1 ബെൽജിയം ഗ്രാൻഡ് പ്രിക്സ് വിജയി ആര്? ഉത്തരം ലെവിസ് ഹാമിൽട്ടൺ. നമുക്ക് 2020-ലെ മറ്റ് ഗ്രാൻഡ് പ്രിക്സ് വിജയികളെ കൂടി നോക്കാം. ആദ്യം ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് 2020-ലെ വിജയി വാൾട്ടേരി ബൊട്ടാസ്. ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് 2020-ലെ വിജയി ലെവിസ് ഹാമിൽട്ടൺ ആണ്. സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സ് 2020-ലെ വിജയി അതും ലെവിസ് ഹാമിൽട്ടൺ ആണ്. ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2020-ലെ വിജയി പിയറെ ഗ്യാസ്ലി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് കൺട്രി ഹാസ് വിഡ്രോൺ ഇറ്റ്സ് പാർട്ടിസിപ്പേഷൻ ഫ്രം ദ മൾട്ടിലാറ്ററൽ മിലിറ്ററി എക്സസൈസ് കാവ്കാസ് 2020? ഏത് രാജ്യമാണ് ഒരു മൾട്ടിലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആയ കാവ്കാസ് 2020-ൽ നിന്നും പിന്മാറിയത്? പിന്മാറിയ രാജ്യം ഇന്ത്യയാണ്. കാവ്കാസ് 2020 എന്ന് പറയുന്നത് ഒരു റഷ്യൻ മൾട്ടിലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആണ്. നമുക്ക് മത്സര പരീക്ഷകൾക്ക് വേണ്ടി റഷ്യയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. റഷ്യയുടെ ക്യാപിറ്റൽ മോസ്കോ. റഷ്യയുടെ കറൻസി റഷ്യൻ റൂബിൾ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ കൺട്രി ദാറ്റ് ഡെവലപ്ഡ് വേൾഡ്സ് ലാർജസ്റ്റ് സോളാർ ട്രീ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളാർ ട്രീ വികസിപ്പിച്ച രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളാർ ട്രീ വികസിപ്പിച്ചത് ഇന്ത്യയുടെ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചും സെൻട്രൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ്. സോളാർ എനർജിയുടെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഇന്ത്യ ലോഞ്ച് ചെയ്തൊരു പദ്ധതിയാണ് കുസും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ റിമോട്ട് കൺട്രോൾഡ് മെഡിക്കൽ ട്രോളി ഡെവലപ്ഡ് ബൈ ഇന്ത്യൻ റെയിൽവേസ് ടു ഹെൽപ്പ് ഡെലിവർ ഫുഡ് ആൻഡ് മെഡിസിൻസ് ടു COVID-19 പേഷ്യൻസ്. COVID-19 രോഗികൾക്ക് ആഹാരവും മരുന്നുകളും എത്തിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച ഒരു റിമോട്ട് കൺട്രോൾഡ് മെഡിക്കൽ ട്രോളിയുടെ പേരെന്ത്? മെഡ്ബോട്ട്. പീയൂഷ് ഗോയലാണ് ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് റെയിൽവേസ്. അടുത്തത് നോക്കാം. As per the announcement made by Prime Minister Narendra Modi, which month will be observed as Nutrition Month in the year 2020? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാന പ്രകാരം 2020-ലെ ഏത് മാസത്തെയാണ് ന്യൂട്രീഷൻ മന്തായി ആചരിക്കുന്നത്? ഉത്തരം സെപ്റ്റംബർ മാസം.
നമുക്ക് സെപ്റ്റംബറിലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ചില ദിവസങ്ങൾ കൂടി അറിഞ്ഞിരിക്കാം. വേൾഡ് കോക്കനട്ട് ഡേ ആയി ആചരിക്കുന്നത് സെപ്റ്റംബർ 2. എല്ലാ വർഷവും ഇന്ത്യയിൽ ടീച്ചേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് സെപ്റ്റംബർ 5 ആണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റി ആയി ആചരിക്കുന്നത് സെപ്റ്റംബർ 5 ആണ്. ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ആയി ആചരിക്കുന്നത് സെപ്റ്റംബർ 8 ആണ്. വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയി ആചരിക്കുന്നത് സെപ്റ്റംബർ 10 ആണ്. എല്ലാ മത്സര പരീക്ഷയിലും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പ്രധാനപ്പെട്ട ഡേറ്റുകളിൽ നിന്നുമായിരിക്കും. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇതുപോലെ ബാക്കിയുള്ള ഡേറ്റുകൾ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ ഫോർമർ ഇന്ത്യൻ പ്രസിഡന്റ് ഫ്രം 2012 to 2017 ഹു പാസ്ഡ് അവേ റീസെന്റ്. 2012 തൊട്ട് 2017 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഇരുന്ന ഈയിടെ അന്തരിച്ച മഹത് വ്യക്തി ആര്? ഉത്തരം പ്രണബ് മുഖർജി. ഇന്ത്യയുടെ 13ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ശ്രീ പ്രണബ് മുഖർജി. 2019 രാജ്യം അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിച്ചു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ലെബനോൺ. ലെബനോണിന്റെ പുതിയ പ്രധാനമന്ത്രിയുടെ പേര്? മുസ്തഫ ആഡിബ്. ബെയ്റൂട്ട് എക്സ്പ്ലോഷനെ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഹസൻ ഡൈബ് രാജിവെക്കുകയും മുസ്തഫ ആഡിബ് ലെബനോണിന്റെ പുതിയ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. ബെയ്റൂട്ടാണ് ലെബനോണിന്റെ തലസ്ഥാനം. ലെബനോണിലെ കറൻസി എന്ന് പറയുന്നത് ലെബനീസ് പൗണ്ട് ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ വോയിസ് ചാറ്റ് ബോട്ട് ലോഞ്ച്ഡ് ബൈ ICICI Prudential Life ഓൺ ഗൂഗിൾ അസിസ്റ്റന്റ്. ഗൂഗിൾ അസിസ്റ്റന്റിൽ ICICI Prudential Life ലോഞ്ച് ചെയ്ത വോയിസ് ചാറ്റ് ബോട്ടിന്റെ പേരെന്ത്? ഉത്തരം ലിഗോ. അടുത്ത ചോദ്യം. നെയിം ദ വിർച്വൽ പ്രോപ്പർട്ടി എക്സിബിഷൻ റീസെന്റ് ലോഞ്ച്ഡ് ബൈ ദ ICICI ബാങ്ക്. അടുത്തിടെയായി ICICI ബാങ്ക് ലോഞ്ച് ചെയ്ത വിർച്വൽ പ്രോപ്പർട്ടി എക്സിബിഷന്റെ പേരെന്ത്? ഉത്തരം ഹോമുത്സവ്. ഈ എക്സിബിഷനിൽ ഇന്ത്യ ഒട്ടാകെയുള്ള പ്രമുഖരായ ഡെവലപ്പേഴ്സിന്റെ വിവിധ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾ നമുക്ക് ഡിജിറ്റലായി കാണാൻ സാധിക്കുന്നതാണ്. ICICI ബാങ്കിന്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ പദവിയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പദവിയും വഹിക്കുന്നത് സന്ദീപ് ബക്ഷി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ന്യൂ ചെയർമാൻ ഓഫ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അഥവാ PTIയുടെ പുതിയ ചെയർമാൻ ആര്? PTIയുടെ പുതിയ ചെയർമാൻ അവിക് സർക്കാർ. 1947 ഓഗസ്റ്റ് 27 PTI രൂപീകൃതമായത്. PTI ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹു ഈസ് ദ ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. CBDT അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ആര്? ഉത്തരം പ്രമോദ് ചന്ദ്ര മോഡി. CBDT രൂപീകൃതമായത് 1924 CBDTയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ന്യൂ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ പുതിയ ചെയർമാനായും മാനേജിംഗ് ഡയറക്ടറായും നിയമിതനായ വ്യക്തി ആര്? ഹേമന്ത് ഖാത്രിയാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ പുതിയ ചെയർമാനായും മാനേജിംഗ് ഡയറക്ടറായും നിയമിതനായ വ്യക്തി. 1941 ജൂൺ 22 ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് രൂപീകൃതമായത്. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ മൊബൈൽ സ്കാനർ ആപ്ലിക്കേഷൻ ഡെവലപ്ഡ് ബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെ സ്റ്റുഡൻസ്. IIT ബോംബെയിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത മൊബൈൽ സ്കാനർ ആപ്ലിക്കേഷന്റെ പേരെന്ത്? AIR സ്കാനർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്ത ഈ സ്കാനിംഗ് ആപ്പ് സ്കാൻ ചെയ്ത ഡോക്യുമെന്റിനെ PDF ഫോർമാറ്റിലേക്ക് മാറ്റുകയും നമ്മുടെ ഡിവൈസിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ ഫസ്റ്റ് വുമൺ ഡയറക്ടർ ജനറൽ ഓഫ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ആര്? ഉഷ പാധേ. മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ അടിയിൽ വരുന്ന ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്തങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലെയും ഏവിയേഷൻ സെക്യൂരിറ്റി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹു ഈസ് ദ പ്രസിഡന്റ് ഓഫ് സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആര്? ഉത്തരം പർമീന്ദർ സിംഗ് ദിൻസ. 1946 സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപീകൃതമാകുന്നത്. സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ആദ്യമായി നടക്കുന്ന സൈക്ലിംഗ് സബ്മിറ്റിന് 2021
സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയിരിക്കും ആതിഥ്യം വഹിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ ഫസ്റ്റ് ഫീമെയിൽ കാർഡിയോളജിസ്റ്റ് ഓഫ് ഇന്ത്യ passed away recently due to COVID-19 at the age of 103 years. COVID-19 മൂലം 103 വയസ്സിൽ അടുത്തിടെ അന്തരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഫീമെയിൽ കാർഡിയോളജിസ്റ്റ് ആര്? ഉത്തരം ഡോക്ടർ എസ് പത്മാവതി. ഡോക്ടർ എസ് പത്മാവതി അറിയപ്പെട്ടിരുന്നത് ഗോഡ് മദർ ഓഫ് കാർഡിയോളജി എന്നായിരുന്നു. നാഷണൽ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപീകരിച്ചത് ഡോക്ടർ എസ് പത്മാവതി ആയിരുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ദ ബിഗ് തോട്ട്സ് ഓഫ് ലിറ്റിൽ ലവ്? ദ ബിഗ് തോട്ട്സ് ഓഫ് ലിറ്റിൽ ലവ് എന്ന ബുക്കിന്റെ രചയിതാവ് ആര്? ഉത്തരം കരൺ ജോഹർ. കരൺ ജോഹറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് അൻ അൺസ്യൂട്ടബിൾ ബോയ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് കൺട്രി ചെയർഡ് ദ G20 ഫോറിൻ മിനിസ്റ്റേഴ്സ് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് വിച്ച് വാസ് ഹെൽഡ് റീസെന്റ്ലി ഇൻ ദ വിർച്വൽ മോഡ്? G20 വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം വിർച്വൽ മോഡിൽ നടന്നപ്പോൾ ആതിഥ്യം വഹിച്ച രാജ്യമേത്? സൗദി അറേബ്യ. 19 രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള സർക്കാരുകളുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും ഒരു ഇന്റർനാഷണൽ ഫോറമാണ് G20 അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 20 എന്ന് പറയുന്നത്. G20 രൂപീകരിച്ചത് 1999 നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹു ഹാസ് വൺ ദ പ്രസ്റ്റീജിയസ് 48th ആനുവൽ വേൾഡ് ഓപ്പൺ ഓൺലൈൻ ചെസ് ടൂർണമെന്റ്? ആരാണ് 48ാമത് ആനുവൽ വേൾഡ് ഓപ്പൺ ഓൺലൈൻ ചെസ് ടൂർണമെന്റിന്റെ വിജയി? ഉത്തരം പന്നീർ സെൽവം ഇനിയനാണ് 48ാമത് ആനുവൽ വേൾഡ് ഓപ്പൺ ഓൺലൈൻ ചെസ് ടൂർണമെന്റിലെ വിജയി. നോർവേയിൽ നിന്നുമുള്ള മാഗ്നസ് കാർൽസൺ ആണ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Who has been appointed as the next ambassador of India to the Republic of Croatia? റിപ്പബ്ലിക് ഓഫ് ക്രൊയേഷ്യയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള അടുത്ത അംബാസിഡറായി നിയമിതനായത് ആര്? രാജ്കുമാർ ശ്രീവാസ്തവയാണ് റിപ്പബ്ലിക് ഓഫ് ക്രൊയേഷ്യയിലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള അടുത്ത അംബാസിഡറായി നിയമിതനായത്. റിപ്പബ്ലിക് ഓഫ് ക്രൊയേഷ്യയുടെ തലസ്ഥാനം സാഗ്രബ്. റിപ്പബ്ലിക് ഓഫ് ക്രൊയേഷ്യയുടെ കറൻസി ക്യൂണ. റിപ്പബ്ലിക് ഓഫ് ക്രൊയേഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സൊറാൻ മിലനോവിക്. റിപ്പബ്ലിക് ഓഫ് ക്രൊയേഷ്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആൻഡ്രച്ച് പ്ലെങ്കോവിക്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിത്ത് വിച്ച് കൺട്രി ഇന്ത്യ ഹാസ് കമൻസ്ഡ് ദ 11th എഡിഷൻ ഓഫ് എ ബൈനിയൽ ബൈലാറ്ററൽ മാരിടൈം എക്സസൈസ് ഇന്ദ്ര നേവി? ഇന്ത്യ ഏത് രാജ്യവുമായി ചേർന്ന് നടത്തുന്ന ബൈലാറ്ററൽ മാരിടൈം എക്സസൈസ് ആണ് ഇന്ദ്ര നേവി? റഷ്യയുമായി ചേർന്ന്. റഷ്യയുടെ തലസ്ഥാനം മോസ്കോയാണ്. റഷ്യയുടെ കറൻസി റഷ്യൻ റൂബിൾ ആണ്. റഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണ്. റഷ്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മിഖേൽ മിഷുസ്റ്റിൻ ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ ബുക്ക് ഓതേർഡ് ബൈ പോപ്പ് ഫ്രാൻസിസ് ആൻഡ് വിൽ ബി റിലീസ്ഡ് ഇൻ ഡിസംബർ 2020. 2020 ഡിസംബർ മാസത്തിൽ റിലീസ് ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്ന പോപ്പ് ഫ്രാൻസിസ് എഴുതിയ ബുക്ക് ഏത്? ബുക്കിന്റെ പേര് ലെറ്റ് അസ് ഡ്രീം. അർജന്റൈൻ നാഷണാലിറ്റിയുള്ള പോപ്പ് ഫ്രാൻസിസിന്റെ ബർത്ത് നെയിം ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ എന്നാണ്. ആദ്യമായി ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിച്ചത് ഇപ്പോഴത്തെ പോപ്പ് ഫ്രാൻസിസ് ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ MD ആൻഡ് CEO ഓഫ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറായും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായും നിയമിതനായ വ്യക്തി മുരളി രാമകൃഷ്ണൻ. അടുത്ത ചോദ്യം. Who has been appointed as the new managing director and chief executive officer of Punjab and Sindh Bank? പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായും നിയമിതനായ വ്യക്തി എസ് കൃഷ്ണൻ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ മൊബൈൽ ആപ്പ് റീസെന്റ്ലി ലോഞ്ച്ഡ് ബൈ ദ പഞ്ചാബ് ഗവൺമെന്റ് ടു എൻഷുർ ഗ്രീനറി ആൻഡ് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ് ഇൻ പഞ്ചാബ്. പഞ്ചാബിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടിയും ഹരിതാഭ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി പഞ്ചാബ് ഗവൺമെന്റ് പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പ് ഏത്? ഐ റഖ്വാലി. പഞ്ചാബിന്റെ തലസ്ഥാനം ചണ്ഡീഗഡ് ആണ്. പഞ്ചാബിന്റെ ഇപ്പോഴത്തെ ഗവർണർ VP സിംഗ് ബട്നോർ. പഞ്ചാബിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഹാസ് ലോഞ്ച്ഡ് a new publication, The Little Book of Green Nudges? The Little Book of Green Nudges എന്ന പബ്ലിക്കേഷൻ പുറത്തിറക്കിയ അന്താരാഷ്ട്ര സംഘടന ഏത്?
ദ ലിറ്റിൽ ബുക്ക് ഓഫ് ഗ്രീൻ നഡ്ജസ് എന്ന പബ്ലിക്കേഷൻ പുറത്തിറക്കിയ അന്താരാഷ്ട്ര സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇംഗർ ആൻഡേഴ്സൺ ആണ്. ഐക്യരാഷ്ട്രസഭയുടെ കെനിയയിലെ നൈറോബിയിലുള്ള ആസ്ഥാനത്താണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെയും യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ സെറ്റിൽമെന്റ് പ്രോഗ്രാമിന്റെയും ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യ സെലിബ്രേറ്റ് ടീച്ചേഴ്സ് ഡേ എവരി ഇയർ ഓൺ വിച്ച് ഡേറ്റ്? ഇന്ത്യ അധ്യാപക ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? സെപ്റ്റംബർ 5. 1962 മുതൽ ഇന്ത്യ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിച്ചു പോരുന്നു. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ചാണ് ഇന്ത്യയിൽ അധ്യാപക ദിനം ആചരിച്ചു പോരുന്നത്. 1954 ഇന്ത്യ അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി ആദരിച്ചു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓൺ വിച്ച് ഡേറ്റ് യുണൈറ്റഡ് നേഷൻസ് സെലിബ്രേറ്റ്സ് ദ ഇന്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റി? ഏത് ദിവസത്തിലാണ് ഐക്യരാഷ്ട്രസഭ ദ ഇന്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റിയായി ആചരിക്കുന്നത്? സെപ്റ്റംബർ 5. മദർ തെരേസയുടെ ഓർമ്മനാളിനോട് അനുബന്ധിച്ചാണ് സെപ്റ്റംബർ 5-നെ ദ ഇന്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റിയായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചു പോരുന്നത്. മദർ തെരേസയ്ക്ക് 1962 സമാധാനത്തിനുള്ള രമൺ മാഗ്സസെ അവാർഡും 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും നൽകി ആദരിച്ചു. അടുത്ത ചോദ്യം നോക്കാം. The 5th BRICS Culture Ministers meeting was held under the chairmanship of which country? ഏത് രാജ്യത്തിന്റെ ചെയർമാൻഷിപ്പിലാണ് 5ാം തവണ ബ്രിക്സിലെ സാംസ്കാരിക മന്ത്രിമാരുടെ സമ്മേളനം നടന്നത്? റഷ്യയുടെ ചെയർമാൻഷിപ്പിലായിരുന്നു 5ാം തവണ ബ്രിക്സിലെ സാംസ്കാരിക മന്ത്രിമാരുടെ സമ്മേളനം നടന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ് ചാർജ് ഫോർ കൾച്ചർ ആൻഡ് ടൂറിസം ശ്രീ പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ആയിരുന്നു. ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ ഇവയൊക്കെയാണ്: ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ ഫ്രീ മൊബൈൽ ആപ്പ് ലോഞ്ച്ഡ് ബൈ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറക്കിയ സൗജന്യ മൊബൈൽ ആപ്പിന്റെ പേരെന്ത്? ഇംഗ്ലീഷ് പ്രോ. ഇന്ത്യൻ സ്റ്റൈലിൽ ഉച്ചാരണം വികസിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വളരെയധികം സഹായം നൽകുന്ന ഒരു ആപ്പായിരിക്കും ഇംഗ്ലീഷ് പ്രോ. ഹൈദരാബാദിലുള്ള ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയാണ് ഇംഗ്ലീഷ് പ്രോ എന്ന മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ഹെഡ് കോച്ച് ആൻഡ് ചീഫ് സെലക്ടർ ഓഫ് പാകിസ്ഥാൻസ് ക്രിക്കറ്റ് ടീം? പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ഹെഡ് കോച്ചായും ചീഫ് സെലക്ടറായും നിയമിതനായത് ആര്? ഉത്തരം മിസ്ബാ ഉൽ ഹഖ്. വളരെ കാലം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ടെസ്റ്റ് ക്യാപ്റ്റനായിരുന്ന വ്യക്തിയായിരുന്നു മിസ്ബാ ഉൽ ഹഖ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ബൗളിംഗ് കോച്ചായി നിയമിതനായത് വക്കാർ യൂനിസ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ ക്രിക്കറ്റർ ഹു ലോഞ്ച്ഡ് എ ക്യാമ്പയിൻ ഇൻ പാർട്ണർഷിപ്പ് വിത്ത് വേൾഡ് വൈഡ് ഫണ്ട് ഇന്ത്യ ആൻഡ് അനിമൽ പ്ലാനറ്റ് ടു സേവ് റൈനോസ് ഇൻ ഇന്ത്യ. വേൾഡ് വൈഡ് ഫണ്ട് ഇന്ത്യയുമായും അനിമൽ പ്ലാനറ്റുമായി ചേർന്ന് ഇന്ത്യയിലെ റൈനോസിനെ വംശനാശ ഭീഷണിയിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത ക്രിക്കറ്റർ ആര്? രോഹിത് ശർമ്മ. രോഹിത് ഫോർ റൈനോസ് എന്നാണ് ക്യാമ്പയിന്റെ പേര്. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോറായ 264 റൺസ് സ്കോർ ചെയ്തത് രോഹിത് ശർമ്മയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇയാൻ ബെൽ ഹാസ് അനൗൺസ്ഡ് ഹിസ് റിട്ടയർമെന്റ് ഫ്രം ഓൾ ഫോംസ് ഓഫ് ക്രിക്കറ്റ് പ്ലേഡ് ഫോർ വിച്ച് കൺട്രി? ക്രിക്കറ്റിന്റെ എല്ലാ ഫോമിൽ നിന്നും റിട്ടയർ ചെയ്ത ഇയാൻ ബെൽ പ്രതിനിധാനം ചെയ്തിരുന്നത് ഏത് രാജ്യത്തെയായിരുന്നു? ഇംഗ്ലണ്ട്. അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ ഫോർമർ ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ ആൻഡ് ലെജൻഡറി ക്രിക്കറ്റർ ഹു പാസ്ഡ് അവേ റീസെന്റ്. ഈയിടെ അന്തരിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിലെ മുൻ ഓൾറൗണ്ടർ ആര്? ഡേവിഡ് ക്യാപ്പൽ. ഇത്രയും നേരം പങ്കുവച്ച അറിവുകൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഈ ക്ലാസ് കണ്ടതിന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തുടർന്നും ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.